എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിന് ലൈനിങ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 2 മീറ്റർ ലൈനിങ്ങിന് 2 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ലൈനിങ് നമ്മളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അയൺ ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നനച്ച് ഉണക്കിയെടുത്തതിന് ശേഷം അയൺ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എത്രയാണോ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയെടുക്കണം. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിനും 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കണം. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ നിങ്ങൾ എക്സ്ട്രാ എടുത്തേക്കണം. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമുക്ക് അപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 2 ഇഞ്ച് എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ. ഞാൻ മെയിൻ ഫാബ്രിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലൈനിങ് ആകുമ്പോൾ നമുക്ക് പിന്നെ ടോപ്പിൻ്റെ അത്രയും വേണ്ട ഒരു 2-3 ഇഞ്ച് മുകളിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ എടുത്താൽ മതി. ഇപ്പോൾ 36 നമുക്ക് ടോപ്പിന് വേണ്ടെങ്കിൽ ഒരു 34-33 ലൈനിങ്ങിന് എടുത്താൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് താഴ്ഭാഗം മടക്കി അടിക്കുന്ന 1 ഇഞ്ചും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ലൈനിങ് നമുക്ക് ടോപ്പിൻ്റെ അത്രയെക്കാട്ടി 2 ഇഞ്ചും 3 ഇഞ്ചും കുറവെടുത്താൽ മതി. ഇപ്പം ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഞാൻ അവസാനം അളന്ന് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു 10.25 ചെസ്റ്റ് അളവുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ. ആദ്യം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 വയ്ക്കുന്നത്. ക്യാൻവാസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കറക്റ്റ് അളവിന് എടുത്താൽ മതി. ഇപ്പം നെക്ക് ഇപ്പം കട്ട് ചെയ്യത്തില്ല, ലാസ്റ്റ് മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. ഇനി നെക്ക് 3 എടുത്തു. ഈ ഷോൾഡർ വീതി എന്ന് പറയുന്നത് 2.5 എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ 3 ഇഞ്ച്. ഇത് 3 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 3 ഇഞ്ചും കൂടെ എടുക്കണം. അപ്പോൾ എത്രയായി? 6 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഒരു 6 ഇഞ്ച് നമുക്കൊന്ന് താഴ്ത്തി മാർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഇവിടെയും ഒന്ന് കറക്റ്റ് ലെവലാകത്തക്ക രീതിയിൽ ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. തിരിച്ച് ഇവിടെയും 6 ഇഞ്ച്. എന്നിട്ട് ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലൈനൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാനാണ്. ചെസ്റ്റ് ഞാൻ എത്ര 10.25 എന്ന് പറഞ്ഞു. 10.25 ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു 2 ഇഞ്ചും കൂടെ കൂട്ടി 11.25 12.25 കേട്ടോ. 2 ഇഞ്ച് അവിടെ ഇട്ട് വയ്ക്കണം. കാരണം കറക്റ്റ് 1 ഇഞ്ചൊക്കെ ഇട്ടാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരണേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 ഇഞ്ചുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുള്ള തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ചിട്ട് കട്ട് ചെയ്യണം. അപ്പം 10.25 10.25 2 ഇഞ്ചും കൂടെ കൂട്ടി 12.25 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. 6ൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 3. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കണം. അത് ഞാനൊന്ന് ഒരു 1.5 ഇഞ്ച് ഇവിടെ നിന്നൊരു 1.5 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നിന്ന് അളന്ന് നോക്കണം. നമ്മൾ ആം ഹോൾ എനിക്ക് വേണ്ടത് 10 വേണ്ടത്. 10 വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ പോകും. ആം ഹോൾ ലെങ്ത് നമുക്ക് 10 വേണ്ടത്. 10 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ അളക്കുകയാണെങ്കിൽ ഈ ലൈനിൽ കൂടി അളന്നാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി തറക്കണം. അത് 9.5 ഉള്ളൂ. 10 വേണം. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ അപ്പോൾ 6.5 എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? 6.5 നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6.5 മാർക്ക് ചെയ്യണം. നമ്മൾ ചെസ്റ്റ് ആം ഹോൾ എത്രയാണോ അത് ഈ കറക്റ്റ് ചെസ്റ്റിൻ്റെ അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കണത്. ഇത് കണക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ ഇളക്കുകയാണെങ്കിൽ ഈ ലൈനിൽ കൂടി നമുക്ക് ഇങ്ങനെ അളന്നെടുക്കാം. ആം ഹോൾ 10 അത് വരുന്നുണ്ടോ എന്ന് നോക്കണം. 9.5 വരുന്നുള്ളൂ. 1/2 ഇഞ്ചും കൂടെ ഉണ്ടെങ്കിലേ 10 ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മാർക്കിങ്ങിൻ്റെ അവിടെ വേണം 10 വേണം. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് താഴ്ത്തി മാർക്ക് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടെ താഴ്ത്തി മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിനി നോക്കാം ഇവിടെ കറക്റ്റ് ആകുമോ എന്ന് നോക്കാം. ഇതാണ് കറക്റ്റ് ചെസ്റ്റ്. നോക്കാം നമുക്ക് 10.25 ഇവിടെ വേണം. ഇത് 10.25 ഇവിടെ മാർക്ക് ചെയ്ത് 12.25
ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ ലൈനല്ല, ഈ ലൈനാണ്. എന്നിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് 3.25 നമുക്കിവിടെ 6.5 നമ്മൾ 6.5 എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.25. ഇനി ഇവിടെ വേണം വരയ്ക്കാൻ. ഇങ്ങനെ വരച്ച് കൊണ്ടുവരിക. മനസ്സിലാവും. നാളെ ആദ്യം നമ്മൾ വച്ച് നോക്കിയതാണ്, അപ്പോൾ കറക്റ്റായിട്ട് 1/2 ഇഞ്ചും കൂടെ വേണം. അപ്പോൾ അത് നമ്മൾ മാറ്റണം. അപ്പോൾ ഇത് നമ്മൾ മായ്ച്ച് കളയണം. ഇത് ഞാൻ മായ്ച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കറക്റ്റ് അളവ് കേട്ടോ. ഇതാണ് കറക്റ്റ് അളവ്. ഇനി നമുക്ക് ഇവിടെ വരപ്പോൾ 10 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഈ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിന് പോകും, അതും കൂടെ ചേർത്ത് നമ്മൾ അളക്കുകയാണെങ്കിൽ ഈ ലൈനിൽ കൂടി തന്നെ നമുക്ക് അളക്കാം. അല്ലെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം അളക്കാൻ. ഇതാ 10 ഇഞ്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി അളന്ന് നോക്കാം. ഇതാ കേട്ടോ. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഇടം വന്നപ്പോൾ നമ്മൾ ആം ഹോൾ 10 കറക്റ്റായി. അപ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പോൾ 6.5 ആം ഹോൾ എടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ തന്നെ ഇവിടെ എടുത്ത് നോക്കണം. എന്നിട്ട് ഇതേപോലെ ചെസ്റ്റ് ഇളവിൻ്റെ ഇവിടെ ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടണമെന്ന് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ലെങ്ത് താഴ്ത്താനും കയറ്റാനും ഒക്കെ കേട്ടോ. അതനുസരിച്ച് ചെയ്തോണം. അപ്പോൾ നമുക്ക് ഇനി ഇതാണ് കറക്റ്റ് അളവ്. അപ്പോൾ ഇവിടെ നമ്മൾ ആം ഹോളെന്ന് പിന്നെ റിഗലിൻ്റെ, അതായത് ആം ഹോളിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ആ ചെസ്റ്റ് ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? വേസ്റ്റിൻ്റെ ഇവിടത്തതാണ്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 13.5. നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 14 എടുക്കാം. ഷോൾഡർ ജോയിൻ അറേഞ്ച് പോകത്തില്ലേ, അപ്പോൾ ആ 14 എടുക്കാം. ഇവിടെ ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ലെങ്തും കൂടെ മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 21. 1/2 ഇഞ്ചും കൂടെ കൂട്ടി 21. ഷോൾഡർ ജോയിനിങ്ങിന് 1/2 ഇഞ്ച് പോകുമല്ലോ, അതുകൊണ്ട് 1/2 ഇഞ്ചും കൂടെ കൂട്ടി 21 നമ്മൾ എടുക്കണം. എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ വേണം നമുക്ക് ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാൻ. സ്ലിറ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടത്തെ കാട്ടിൽ, അതായത് ഇതിനെ കാട്ടിലൊരു ഇവിടെ നമുക്ക് എത്രയാണ്? 10.25. അത് നമുക്കൊരു 10.5 എങ്ങാനും എടുക്കാം കേട്ടോ. 10.25 ഒരു 10.25 എടുക്കാം നമുക്ക്. മനസ്സിലാവും? 10.25 1/2 ഇഞ്ച് കുറച്ചെടുക്കാം. സാധാരണ 1 ഇഞ്ച് കുറച്ചാണ് എടുക്കേണ്ടത് ചെസ്റ്റിനെ കാട്ടിൽ. നമുക്ക് അവിടെ ഷേപ്പ് വരത്തില്ല. പക്ഷേ ഇത് കുറച്ച് വണ്ണം ഉള്ള ആ ഭാഗത്ത് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് കുറയ്ക്കുന്നുള്ളൂ. 10.25 നിന്ന് 1/2 ഇഞ്ച് എടുക്കും 10.25 കേട്ടോ. 10.25 ഇവിടെ 2 ഇഞ്ച് 11.25 12.25. ഇതാണ് കറക്റ്റ് ലെന്ത്. ഇത് കറക്റ്റ് അളവ്. ഇത് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നോക്കാം. കാണുന്നുണ്ടല്ലോ? ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇതേ അളവിൽ നിന്ന് എടുക്കാം. ഏതളവ്? ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ അതേ വണ്ണം തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. 10.25 കേട്ടോ. ഇത് നമുക്കൊരു 11 എടുക്കാം. കുറച്ച് അവിടെ സൈഡിൽ വണ്ണമുള്ള ആളായതുകൊണ്ട് നമുക്ക് 11 എടുക്കാം. 2 ഇഞ്ചും കൂടെ കൂട്ടി 13 എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം. തയ്യൽ തുമ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ലൈൻ നമുക്ക് ഇത് വേസ്റ്റും ഇത് സ്ലിറ്റുമാണ്. അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള മാർക്ക് ചെയ്ത് വയ്ക്കണം. ഇത് ചെസ്റ്റാണ് കേട്ടോ, കറക്റ്റ് ചെസ്റ്റ്. ഇത് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് ടോപ്പിന് 39 വേണം. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? ഇതാണ് നമ്മൾ വരച്ച അളവ് കേട്ടോ. ഇതാണ് വരച്ചളവ്. അപ്പം ഞാൻ ലെങ്ത് ടേബിൾ ലെങ്ത് കുറവായതുകൊണ്ട് ഒന്ന് മടക്കി ഇട്ടേക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ടോപ്പ് എത്രയാണോ അതിൻ്റെ 39 എനിക്ക് വേണ്ട ടോപ്പിൻ്റെ ലെങ്ത്. അത് എന്നിട്ട് 3 ഇഞ്ച് ഞാൻ കുറച്ച് ലൈനിങ്ങിന് എടുത്തിട്ടുണ്ട്. 36 എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് താഴ്ഭാഗത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് 36 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് താഴ്ഭാഗം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരും. അപ്പോൾ ലൈൻ വരയ്ക്കപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് ഇട്ടേക്കുന്നത് സ്ലിറ്റിൻ്റെ അവിടെ. നമുക്ക് 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് മതിയാവും. പക്ഷെ നമുക്ക് തൽക്കാലം 2 ഇഞ്ച് ഇട്ട് നമുക്ക് എടുത്തിട്ട് അവസാനം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് അളന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെയും 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. സാധാരണ ഇവിടെ നിന്ന് 1 ഇഞ്ച് മതിയാവും തയ്യൽ തുമ്പ്. ഇവിടെ എത്രയാണ് നമ്മൾ എടുത്തത്? അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ബോട്ടം ഭാഗത്ത് എടുക്കേണ്ടത്.
ഇവിടെ ഞാൻ 11 എടുത്തത്. അപ്പോൾ താഴ്ഭാഗത്ത് 12 എടുക്കണം. 12 എടുത്തു. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് 14 ഇവിടുത്തെ ലെന്ത്. ഇവിടുത്തെ വിട്ത് എന്ന് പറയുന്നത് 14. ഈ 2 ഇഞ്ച് സ്ലിറ്റ് മുതൽ ബോട്ടം വരെ 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് നമ്മൾ ഇടത്തുള്ളൂ. അവസാനം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 2 ഇഞ്ച് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. കണ്ടോ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്താ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എൻ്റെ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലൈനിങ് മടക്കിയിടുമ്പോൾ ഫോൾഡ് ചെയ്യുന്ന ഭാഗം നമ്മുടെ സൈഡിലും ഓപ്പൺ ഭാഗം മറു സൈഡിലും വേണം വരാൻ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്നിട്ട് നിങ്ങൾ ആദ്യം നമ്മൾ തുണി ഇരിക്കുമ്പോൾ അതിന് ആദ്യം മടക്കണം. ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ വേണം ഇങ്ങോട്ടേക്ക് മടക്കാം. ആദ്യം ഇപ്പോൾ തുണി ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ഒരു മടക്ക് മടക്കണം, പിന്നെ ഇങ്ങനെ ഒരു മടക്ക് മടക്കണം. അങ്ങനെ വേണം ഈ ലൈനിങ് മടക്കിയിടാൻ. എന്നിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിലോട്ട് ഇരിക്കണം. ഇനി ഇപ്പോൾ ഞാൻ ഷോൾഡർ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് നെക്കൊന്നും കട്ട് ചെയ്യുന്നത്. നമ്മൾ ക്യാൻവാസിൽ വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത്, ബാക്കും ഫ്രണ്ട്. അതുകൊണ്ട് ഷോൾഡർ മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡർ ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി ഇത് ഫ്രണ്ടും ഇത് ബാക്കുമാണ്. ഇത് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് ഈ ഫ്രണ്ട് ഭാഗം നമ്മളിങ്ങനെ നിവർത്തി ഇടുക. ഇട്ടതിന് ശേഷം ഇത് കറക്റ്റ് ചെസ്റ്റേക്ക് ഇങ്ങനെ വയ്ക്കണം. ഇനി നമ്മളിവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ഇങ്ങനത്തെ ഇത് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ടാണെന്ന് എഴുതിയിടണം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവും. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ബാക്ക് വെച്ച് തയ്ക്കും. ഇതിങ്ങോട്ടേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇത് ബാക്ക്, ഇത് ബാക്കാണെന്ന് എഴുതി വയ്ക്കുക. കണ്ടു. ഇനി ഈ ബാക്ക് പീസ് വെച്ചിട്ട് വേണം നമുക്ക് ഒറിജിനൽ തുണി കട്ട് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തുകൊണ്ട് അതെടുക്കത്തില്ല കേട്ടോ. ഇത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ എന്താ, നമ്മുടെ മെയിൻ പീസില്ലേ, അത് ഈ ലൈനിങ്ങിന് കണക്കാക്കി ബാക്ക് പീസാണ് വച്ചിരിക്കുന്നത്. ലൈനിങ് നമ്മൾ ഫ്രണ്ട് പീസ് കുഴിച്ച് കട്ട് ചെയ്തുകൊണ്ട് ആ ബാക്ക് പീസ് വച്ചിട്ട് ഇത് ആ അളവിലാണ് ഇത് മടക്കിയിട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് അപ്പോൾ ഒരുപാട് തുണി നമുക്ക് വേസ്റ്റ് ആവത്തില്ല. നമ്മൾ ആദ്യമേ 4ആയിട്ട് മടക്കിയിട്ട്, അപ്പോൾ ഇത് ഞാൻ ഒരു ഭാഗം മാത്രമേ ഇങ്ങനെ കട്ടാം. ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഒരുമിച്ച് മടക്കിയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതായിരിക്കും നല്ലത്. അല്ലാതെ ഒരുമിച്ച് മടക്കിയിട്ട് ഈ ഡിസൈൻ ഇങ്ങനെ ആയിപ്പോവും. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വീതി കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇത് കറക്റ്റ് അളവല്ല ഇട്ടിരിക്കുന്നത്, കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ, നമുക്ക് ഇത് ജോയിൻ ചെയ്ത് വരുമ്പോൾ വ്യത്യാസം വരണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് കൂടുതലിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഞാൻ ഇത് ഫുള്ള് ഇതാ കാണുന്നുണ്ടോ, ഇതാ അങ്ങ് അറ്റം വരെ മടക്കി വെച്ചത്. അപ്പം അങ്ങ് ലാസ്റ്റ് ഞാൻ വച്ചിരിക്കുന്നത് കണ്ടോ, അവിടെ കണ്ടോ ആ ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ലൈൻ അത് നമ്മുടെ കറക്റ്റ് അളവാണ് കേട്ടോ. ഇപ്പം ലൈനിങ്ങിന് നമ്മൾ 39 എനിക്ക് വേണ്ടത്. ഞാൻ 41 എടുത്തിട്ടുണ്ട്. കാരണം 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിനിങ്ങും താഴ്ഭാഗം മടക്കി അടിക്കാനും പിന്നെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി എടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ലൈനിങ്ങിന് അധികം വേണ്ട, അതുകൊണ്ടാണ് കറക്റ്റ് അളവ്. അതിനെക്കാട്ടി കൂടുതൽ വേണം നമ്മൾ മെയിൻ പീസിൽ എടുക്കേണ്ടത്. മറന്നു, ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ എന്താ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്,
കുറച്ചുകൂടി ഇങ്ങോട്ടാണ് നീക്കിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതാ ഇത്രയും ഭാഗം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, ക്യാൻവാസ് വയ്ക്കുന്നത് കൊണ്ട് നെക്ക് പിന്നെ മാത്രമേ കട്ട് ചെയ്യും. നമുക്ക് ഇതേപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ സെക്കൻഡ് പാർട്ട് ഇതുപോലെ വച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് ഭാഗം ഇട്ട് തന്നെ അതും കട്ട് ചെയ്യണത് ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ മറ്റതുപോലെ ഇട്ടിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഞാൻ ലെങ്ത് കറക്റ്റ് വേണ്ട മറ്റേതിൻ്റെ അതേ ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അങ്ങ് മടക്കി വയ്ക്കാം. പിന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് അതിൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗവും ഹിപ്പിൻ്റെ ഭാഗവും നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്തൊരു കട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു കട്ട് കൊടുക്കണം. അതേപോലെ ഇവിടെയും വെച്ചിട്ട് ഒരു കട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഹിപ്പാണെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വേസ്റ്റ് ഹിപ്പാണെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ സ്ലീവിനുള്ള ഭാഗം ഒരു സ്ലീവിനുള്ളത് മടക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലെങ്ത് വേണ്ടത് എനിക്ക് 13 ഇഞ്ചാണ് വേണ്ടത്. അതിന് 2 ഇഞ്ച് കൂട്ടി 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് മതി, എന്നാലും 1/2 ഇഞ്ചിന് എക്സ്ട്രാ എടുത്തതാണ്. എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ടാണ്, ഫ്രണ്ട് പാർട്ടല്ല, ബാക്ക് പാർട്ട് എടുക്കണം. അതിൻ്റെ ആം ഹോൾ നമുക്കൊന്ന് അളന്ന് നോക്കണം. ഇതാണ് ബാക്ക്. ഇതിൻ്റെ ആം ഹോളൊന്ന് അളന്ന് നോക്കണം. നമുക്ക് എത്രയാണ് ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ച് അളന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 12 വരുന്നത്. മാക്സിമം ഒരു 11 വേണ്ടെങ്കിൽ നമുക്ക് വേണം. അപ്പോൾ നമുക്കിവിടെ എത്ര വിട്ടുണ്ടാവും നോക്കാം. അപ്പോൾ ആ വിട്ട് അനുസരിച്ച് വേണം തുണി അളന്നിടേണ്ടത് കേട്ടോ. അപ്പോൾ അതാ എനിക്കിവിടെ 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 11 ഇഞ്ച് നമുക്ക് കിട്ടിയാൽ ഷേപ്പും കൂടെ ചെയ്ത് വരപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ആയിക്കോളും. 11 ഇഞ്ച് ഇവിടെ നിന്ന് ഇതുവരെയാണ് 11 ഇഞ്ച് കണ്ടോ. അപ്പോൾ നിങ്ങൾ തുണി മടക്കിയിടപ്പം ആ ആംഹോളിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് വേണം, ആംഹോൾ അളന്നെടുത്തിട്ട് അതനുസരിച്ച് വേണം തുണി മടക്കിയിടാം. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് താഴ്ത്തി വരയ്ക്കാം. ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും 3.5 ഇഞ്ച് താഴ്ത്തി വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കാം കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 3.5 ഇഞ്ച് താഴ്ത്തി അവിടെ വേണം ഷേപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു 6 ഇഞ്ച് കൊടുക്കാം. തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി 7 കൊടുക്കാം, 7.5 കൊടുക്കാം കേട്ടോ. ഇവിടെ 6 കറക്റ്റ് വേണ്ടത്, 1.5 ഇഞ്ചും കൂടെ കൂട്ടി 7.5 കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് വരച്ചെടുക്കുക. മനസ്സിലായല്ലോ. ഇവിടെ 3.5 ഇഞ്ച് ഇവിടെ നിന്നാണ് താഴ്ത്തിയത്, അങ്ങോട്ടേക്കാണ് ഷേപ്പ് ചെയ്ത് വരച്ചത്. ഇവിടെ 6 ഇഞ്ച് വേണം, 1.5 ഇഞ്ചിൽ കൂട്ടി 7.5 എടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് ഇത് വരച്ച് ചേർത്ത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതായത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സെൻറ്റർ ഇത് വെച്ചിട്ട് തന്നെ ഇതേപോലെ മറ്റേ പീസും കൂടി നമുക്ക് മറ്റേ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റതും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നെക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോൾ ഞാനൊരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും പറയാം. 2ആയിട്ട് മടക്കിയതിന് ശേഷം 4, നീളം 6. അപ്പോൾ 6 മതി. ഇവിടെ 6.25 ഉണ്ട് കേട്ടോ. ബാക്ക് നെക്ക് ഞാനൊരു 5.5 എടുക്കുന്നത്. 1 ഇഞ്ച് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണം. 5 വേണ്ടത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിനും പിന്നെ 1 ഇഞ്ച് താഴെ നമുക്ക് ഷേപ്പിന് 1 ഇഞ്ച് വേണം. അങ്ങനെ ഒരു 6 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസിന് 2ആയിട്ട് മടക്കിയിട്ടാണ് 4 ഇഞ്ച്. നിവർത്തി ഇട്ട് കഴിഞ്ഞാൽ 8 ഇഞ്ചാണ് വീതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത്, നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് ഞാൻ വയ്ക്കുന്നത്. 3 ഇഞ്ച് കണ്ടോ. അത് കഴിഞ്ഞ് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 വേണ്ടത്. ബാക്ക് നെക്കാണ് പറയുന്നത് കേട്ടോ. 5. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനും കൂടെ കൂട്ടിയിട്ട് 5.5 എടുത്തു. 5.5 എടുത്തു. നമ്മൾ ഇവിടെയും 5.5 മാർക്ക് ചെയ്യണം. ലെവൽ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് 5.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം. ഈ 1 ഇഞ്ച് നമുക്ക് ഷേപ്പിനാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ഈ സെൻറ്ററിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം.
അതുപോലെ ഇവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് നോക്കണം 3 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. 3 ഇഞ്ചുണ്ട്, 3 ഇഞ്ചുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്യുന്നത്, ബാക്ക് നെക്കാണ്. ഇതുപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കും ചെയ്യുന്നത്, ബാക്ക് നെക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് വീതി വേണം. ഇതേപോലെ ഇവിടെ വരപ്പോൾ നമ്മൾ ഇവിടെ നല്ല എടുക്കുന്നത് ഈ റൗണ്ട് ചെയ്ത് അവിടെ നിന്നാണ് 1 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വരച്ചെടുക്കണം. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു വര കൊടുക്കണം. നമുക്ക് നെക്കിൻ്റെ അളവുണ്ടല്ലോ, അത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുവരെ കട്ട് ചെയ്തെടുത്താൽ അപ്പം നെക്കിൻ്റെ അളവ്, നെക്കിൻ്റെ വിട്ടില്ലേ, അത് മാറിപ്പോകരുത്. എന്നിട്ട് നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം, പിൻ ചെയ്ത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ലൈനിൽ കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ ഇറക്കണം. അതുപോലെ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യണം. അല്ലാതെ ഇവിടുന്നേ കട്ട് ചെയ്യരുത്, ഇവിടുന്നേ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ വേണം ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്ക് നെക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ ഒരു ലൈനിൽ ഈ ലൈൻ ഞാൻ ഇട്ടിരുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാറിപ്പോകത്തില്ല, കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ബാക്ക് നെക്കും ചെയ്തിട്ടുണ്ട്, ഞാൻ ഫ്രണ്ട് നെക്കും ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ നമുക്ക് എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടത് അതിനെക്കാട്ടി 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. പിന്നെ 1 ഇഞ്ച് നമുക്ക് ഷേപ്പിന് വേണം. അങ്ങനെ മൊത്തം 1.5 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. എത്രയാണ് നെക്ക് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ. നെക്ക് വിഡ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതൽ നമ്മൾ ക്യാൻവാസ് എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നമുക്കിതൊരു ലൈനിങ് പീസിൽ നമ്മൾ കട്ട് ചെയ്ത മറ്റേ നല്ല തുണിയിൽ വച്ച് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം അയൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം.